ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. എന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് ബ്രദർ. ഇന്നലെ ഞാൻ പടം കണ്ട് പടത്തിൽ അഭിനയിച്ച് ഇരിക്കുന്നത് വിജയൻ രവി, പ്രിയങ്ക അരുൾമോഹൻ ഡോക്ടർ നടി, പിന്നെ നാട്ടരാജൻ സുബ്രഹ്മണ്യം, അതാണ് നടി. നമ്മുടെ അറിയാമല്ലോ, ഡി ഒ പി ആണ്. പണ്ട് ഡി ഒ പി ആയിരുന്നു, ഇപ്പം ആക്ടറാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഭൂമിക ചൗട, മറ്റേ സിറ്റിയിൽ അതിൽ സൂര്യയുടെ ഫ്ലാഷ് ബാക്കിലൊരു നടി ഉണ്ട്, നടി. പിന്നെ റാവു രമേശ്, രമേശാണ് രമാസാണ് രമേശ്, സോറി ഗോയ്സ്, മിസ്റ്റേക്ക് വന്നിട്ട് സോറി. ശരണ്യ പൊന്നുവനൻ, VTV ഗണേഷ്, നമ്മുടെ പിന്നെ ആറാട്ട് സിനിമയിൽ നമ്മുടെ ആറാട്ട് സിനിമയിലുണ്ടായിരുന്നില്ലേ, നമ്മുടെ കേണൽ സൂര്യകാന്തൻ്റെ അമ്മയുടെ അഭിനയിച്ച സീത ചേച്ചി, അച്യുത് കുമാർ ഇവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളി പടം. നിങ്ങളൊക്കെ ഇതിനൊക്കെ എങ്ങനെയാടാ നിങ്ങളൊക്കെ മിക്സ്ഡ് റിവ്യൂ പറഞ്ഞത്? എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റണില്ല കേട്ട്. കഷ്ടം. കാംബാക്ക് എടുത്തിട്ട് രണ്ടാമത്തെ പടം പൊളിച്ചിട്ടുണ്ട്. സൈറൺ തൊട്ട് പൊളിയാണ് അണ്ണൻ. ജയൻ രവി പെർഫോമൻസസ് വൈസ് സൂപ്പർ മൂവി. അതിൻ്റെ പടം ഡയറക്റ്റ് ചെയ്തിട്ട് രാജേഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. മീൻസ് എനിക്ക് ശിവകാർത്തികേയൻ്റെ ഇഷ്ടമുള്ള പടങ്ങളെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡോൺ, ഇത് ഡോക്ടർ, പിന്നെ അമരൻ, പിന്നെ മിസ്റ്റർ ലോക്കൽ ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. കട്ട സന്തോഷം. സന്തോഷമുണ്ട്. അങ്ങേറെ ഡയറക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഹൈപ്പ് നിറവേറ്റിയിട്ടുണ്ട് മോനെ. പടത്തിലെ നെഗറ്റീവ്സ് ഫസ്റ്റ് പറയാം. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി വർക്കായില്ല. പിന്നെ ഇമോഷണൽ ബീജിയവും അത്രയൊന്നും വർക്കായില്ല. മീൻസ് പറയാൻ മറന്നു, ഇതിൻ്റെ മ്യൂസിക് എഴുതിയിരിക്കുന്നത് മ്യൂസിക് ആൻഡ് ബീജിയം നമ്മുടെ ഹാരിസ് ജയരാജനാണ്. അറിയാലോ, നമ്മുടെ വരണം 1000. മറ്റേ പാട്ട് കമ്പോസ് ചെയ്തങ്ങേരുടെ നെഞ്ചുക്ക് തേട് നീ അങ്ങനെ എന്തെങ്കിലും ആണ്, മറന്നു പോയിട്ട്. പാട്ട് പണ്ടെപ്പോഴാണ് ഓർമ്മ ഉണ്ടായിരുന്നത്. പിന്നെ ഗജനി അങ്ങനെ മ്യൂസിക് കമ്പോസ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഏതായിരുന്നു സ്ട്രോബെറിയിലൊക്കെ അതൊക്കെ കമ്പോസ് ചെയ്ത ആളാണ് പാടത്തിൻ്റെ ഇത്. ബീജിയത്തിൽ എമോഷണൽ ബീജിയം മീൻസ് അത്രയ്ക്കും വർക്കായില്ല. ബാക്കിയല്ല ബീജിയം സൂപ്പർ. സോങ്സ് വൈസ് എല്ലാം സൂപ്പർ. എക്സ്ട്രയ്ക്ക് ശേഷം മ്യൂസിക് സിനിമയാണ്, അതുകൊണ്ട് സന്തോഷം. ഇനി നിങ്ങൾ വെയിറ്റിംഗ് ഫോർ ധ്രുവ ചിത്രം ഒന്ന് ഇറക്കിത്താ അണ്ണ, ഒന്ന് അണ്ണനോട് പറഞ്ഞിട്ട് ഒന്ന് ഇറക്കിത്താ. വെയിറ്റ് കറിയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അണ്ണ? വളത്തിൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിൽ, ആർട്ടാണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും, ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസിങ് ആരാണ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞോടാ. എന്താ സുന്ദർ അനുമകൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരാളാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ പ്രൊഡ്യൂസിങ്. ഇവർ കയസ് കളഞ്ഞിട്ടില്ല. ബോത്ത് ഓഫീസിൽ ആവറേജ് അടിച്ച സിനിമ എന്തോന്ന് കേട്ടത്, ഏറ്റവും അടിച്ച സിനിമയെന്ന് കേട്ടത്. ഗൂഗിൾ അടിച്ചൊക്കെ വേണ്ട. പിന്നെ മസ്റ്റ് വാച്ച് മൂവി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ അഭിപ്രായമാണ്. ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമാണല്ലോ. ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ പോസ്റ്റ് വിടുമ്പോൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായി, ആദ്യം തൊട്ട് അവസാനം വരെ അടിപൊളിയാണ് സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ ഓസ്കസ്. And please subscribe my channel. Gastronomer Mommy Mania.